വാണ്ടറിംഗ് ഡ്രീമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് സ്കോട്ട്ലൻഡിലെ എഡിൻബറയിലേക്കാണ് ഞങ്ങളിപ്പം പോകുന്നത്. ഏകദേശം ഒരു മാസത്തോളം പനി പിടിച്ച് കിടപ്പിലായി പോയ ഒരു 1.5 ട്രിപ്പാണിത്. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി. പോകുന്നതിന് മുന്നേ കുടിക്കാൻ കൊടുത്ത പാല് കൃത്യമായിട്ട് ഒരാൾ മേശയിൽ വെച്ച് പൂട്ടി വെക്കുന്നുണ്ട്. എന്തിനാണോ ആവോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 5 മണിക്കൂറുണ്ട് എഡിൻബറയിൽ എത്താൻ. ക്രിസ്മസ് വെക്കേഷന്റെ ടൈമിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ന്യൂ കാസലിലാണ്. അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്ത് നാളെ മോർണിംഗ് ആണ് എഡിൻബറയിലേക്ക് പോകുന്നത്. ന്യൂ കാസലിൽ നിന്ന് ഫ്രണ്ട്സിനെയും പിക്ക് ചെയ്ത് നാളെ രാവിലെ തന്നെ ഞങ്ങൾ എഡിൻബറയിലേക്ക് പോകും. ഞങ്ങൾ ന്യൂ കാസലിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ഡേ ആണ് ഞങ്ങൾ എഡിൻബറ എത്തുന്നത്. അതുകൊണ്ട് നാളത്തേക്കുള്ള കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. കഴിഞ്ഞ തവണ ഞങ്ങൾ ലണ്ടനിൽ ക്രിസ്മസ് ടൈമിൽ പോയിട്ട് കടകളൊന്നും ഇല്ലാതെ പട്ടിണി ആയിപ്പോയതാണ്. അങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടിലെത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ഇപ്പോൾ ഇവിടെ വിന്റർ ടൈം ആയതുകൊണ്ട് 4 മണി കഴിയുമ്പോഴത്തേക്ക് നല്ല കുറ്റാകുറ്റി ഇട്ടാവും. അങ്ങനെ നാളത്തേക്കുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ന്യൂ കാസൽ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂ കാസൽ സിറ്റി സെന്ററിലാണ്. അധികം തിരക്കൊന്നുമില്ല റോഡില്. ക്രിസ്മസ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നാട്ടിലെ പോലെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല റോഡിൽ. അങ്ങനെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കണ്ട് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് വെച്ച് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ ട്രിപ്പ് തുടങ്ങണമല്ലോ. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ സൺറൈസും കണ്ടു. ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് ഡേ ടൈം കുറവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എഡിൻബറ എത്തണം. അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട് നല്ല ഭംഗിയായിരുന്നു. ഒരു സൈഡിൽ കടലും ഇപ്പുറത്തെ സൈഡിൽ മലനിരകളുമായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. എഡിൻബറ സിറ്റി വരുന്നത് യുഎസ് സോണിലാണ്, അതായത് അൾട്രാ ലോ എമിഷൻ സോൺ. അതുകൊണ്ട് തന്നെ ഡീസൽ വെഹിക്കിൾസ് ഈ സോണിന്റെ ഉള്ളിൽ കൊണ്ടുപോയാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. യുഎസ് സോണിന് പുറത്തുള്ള ഹോളിവുഡ് കാർ പാർക്കിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. എഡിൻബറ സിറ്റിയിലുള്ള മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും നമുക്ക് നടന്നു പോയി കാണാൻ പറ്റുന്ന ദൂരത്താണുള്ളത്. അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്ന് എല്ലാ സ്ഥലങ്ങളും കാണാൻ പോകാൻ തീരുമാനിച്ചു. ഇന്ന് ക്രിസ്മസ് ഡേ ആയിട്ട് കൂടി റോഡിലെങ്ങും തിരക്കേയില്ല. ഇന്നത്തെ ദിവസം സിറ്റിക്കുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം നടന്നു കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി നല്ല തണുപ്പായിരുന്നു. പുറത്തിറങ്ങി കുറച്ചു നേരം നടന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൈയൊക്കെ ഫ്രീസ് ആവാൻ തുടങ്ങി. സ്കോട്ട്ലൻഡിലെ ക്യാപിറ്റൽ സിറ്റിയാണ് എഡിൻബറ. പഴയ ബിൽഡിംഗ്സ് എല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഞങ്ങൾ ആദ്യമേ പോകാൻ പോകുന്നത് എഡിൻബറ കാസൽ കാണാനായിട്ടാണ്. എഡിൻബറയിൽ വന്നാൽ അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് എഡിൻബറ കാസൽ. സിറ്റിക്കുള്ളിൽ നിന്ന് തന്നെ പല സ്ഥലത്തുനിന്ന് ഈ കാസൽ കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് കാസലിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റില്ല. എഡിൻബറ കാസലിന്റെ വൺ ഓഫ് ദ വ്യൂ പോയിന്റ് ആണിത്. ഇതിന് തൊട്ടടുത്താണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. അങ്ങനെ അവിടെ നിന്നുള്ള വ്യൂ കണ്ടതിന് ശേഷം ഞങ്ങൾ കാസലിന്റെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു ഹോട്ടലുണ്ട്, സ്കോട്ട്സ്മാൻ. നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു. അതിന്റെ താഴെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഈ കാണുന്നതാണ് സ്കോട്ട് മോണുമെന്റ്. ഇവിടെയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്നത്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഇവിടുത്തെ ഒരു കത്തീഡ്രലാണ്. ഇതിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് നടന്ന് കാസലിന്റെ അടുത്തെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കൊണ്ട് നല്ല തിരക്ക്. എല്ലാം ടൂറിസ്റ്റായിട്ട് വന്ന ആൾക്കാരാണ്. ഞങ്ങൾ അവിടെ കണ്ട മിക്ക ടൂറിസ്റ്റുകളും ചൈനീസ് ആയിരുന്നു. എല്ലാരും കാസലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള തിരക്കിലായിരുന്നു. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ ഊട്ടുക്കത്ത് തണുപ്പായിരുന്നു. പോരാത്തതിന് ഭയങ്കര കാറ്റും. നല്ല കാറ്റായിരുന്നതുകൊണ്ട് അധികം നേരം അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. തണുത്ത് ഞങ്ങൾ ഐസായിപ്പോയി. അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ആണിത്. സിറ്റി ഫുള്ള് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു. ഇത് സിറ്റിക്കുള്ളിൽ നിന്ന് കാസലിന്റെ വേറൊരു വ്യൂ പോയിന്റ് ആയിരുന്നു, വെനൽ വ്യൂ പോയിന്റ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ സിറ്റിക്കുള്ളിലൂടെ നടന്നപ്പോഴാണ് ഇങ്ങനെ ക്രിസ്മസ് ട്രീ അവിടെ കണ്ടത്. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി ആകുമ്പോഴായിരിക്കും ഇത് നല്ല ഭംഗി കാണാൻ. ഞങ്ങൾ അങ്ങനെ അതിന്റെ ഫ്രണ്ടിൽ നിന്നും കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇതാണ് എഡിൻബറയിലെ വൺ ഓഫ് ദ ഫേമസ് സ്ട്രീറ്റ് ആയ വിക്ടോറിയ സ്ട്രീറ്റ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കർവ്ഡ് സ്ട്രീറ്റ് ആണിത്. ഹാരി പോട്ടറിലെ ഡയഗണാലി ഈ സ്ട്രീറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എഡിൻബറയിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് ഈ വിക്ടോറിയ സ്ട്രീറ്റ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് റോയൽ മൈലിലേക്കാണ്. എഡിൻബറയിലെ മോസ്റ്റ് ഫേമസ് സ്ട്രീറ്റ് ആണ് റോയൽ മൈൽ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഈവനിങ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം നല്ല ടയേർഡുമായി.
എയർപോർട്ടിനടുത്തുള്ള പ്രീമിയറിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ അങ്ങനെ ഫൈനലി ഹോട്ടലിലെത്തി. ഇനി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ ഹൈക്കിങ്ങിന് ആർത്തോ സീറ്റിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും റൂമിലേക്ക് പോയി. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു റൂം തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇവിടെ അടുത്ത് ഒരുപാട് കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് മേടിച്ച് കഴിച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇനി പ്ലാൻ. ആർത്തോ സീറ്റ് എന്നൊരു മലയുടെ മുകളിൽ മോനുമായിട്ട് ഹൈക്കിങ്ങിന് പോയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.